അടിപൊളി പടം, സൂപ്പർ പടം. ദിലീപ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അടിപൊളി പടം. ലാലേട്ടനും ദിലീപും കലക്കിയുണ്ട്, അടിപൊളിയായിട്ട്. ദിലീപിന്റെ തിരിച്ചു വരുവാണ്. അടിപൊളിയാ. പിന്നെ അടിപൊളിയായിരുന്നു. നല്ലതാ, അടിപൊളി. അടിപൊളി, തമാശയുണ്ട്, സീരിയസും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ് പടം. എന്തായാലും ഇഷ്ടായി. ദിലീപേട്ടൻ സൂപ്പർ, മോഹൻലാലും ലാലേട്ടൻ സൂപ്പർ. അടിപൊളിയാണ്, എന്തായാലും ഒരു രക്ഷയില്ല. ഹാപ്പിയാണ്. ലാലേട്ടൻ അടിപൊളി തന്നെ, കുഴപ്പമില്ല. ഓ നല്ല അടിപൊളി പടം, സൂപ്പർ പടം. ഇത് ലാലേട്ടനും അതുപോലെ തന്നെ ദിലീപും ഇതേപോലത്തെ പടം ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. അടിപൊളി, നല്ല രസമുണ്ട്. അടിപൊളിയാവും, തകർത്ത് തരിപ്പടാക്കും. സൂപ്പർ പടം. പടം നന്നായിരുന്നു, നല്ല പടം. അടിപൊളിയല്ലായിരുന്നോ? ലാലേട്ടനെ കാണാനല്ലേ വന്നത്. താങ്ക് യു. നല്ല പടം, നല്ല പടം. ഒരു രക്ഷയില്ല, സൂപ്പർ സൂപ്പർ സീന്. പടം പൊളി പടം, കിട്ടില്ല പടം. അല്ല, ഹൗസ്ഫുള്ളായിരുന്നു. പിന്നെ ലാലേട്ടൻ പൊളിച്ച്, എല്ലാം നല്ലതാ. പക്ക അഴിഞ്ഞാട്ടം ബ്രോ. ലാലേട്ടൻ തകർത്ത്. അടിപൊളി പടം, അടിപൊളി. അത് വെച്ചാൽ അഴിഞ്ഞാട്ടം, മോഹൻലാലിന്റെ ദിലീപിന്റെ അടിപൊളി അഴിഞ്ഞാട്ടാണ്. പക്ക പീക്കാണ് പടം. ശബ്ദം എല്ലാം അടിപൊളി, പാട്ടും ബീജും എല്ലാം കൊള്ളാം. പിന്നെ ഏറ്റെടുത്ത് ദിലീപിന്റെ മറ്റേ ഹേറ്റ് ചെയ്ത ആൾക്കാർ അണ്ണാക്കിലേക്ക് കയറ്റിയത് പോലെയാണ് ഹേറ്റ് ചെയ്തത്. അത്ര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ആ ഹേറ്റേഴ്സിനെ വെട്ടുന്ന രീതിയിലുള്ളതാ. അടിപൊളിയാ, അടിപൊളിയായിരുന്നു. ലാലേട്ടനും ദിലീപനും സൂപ്പർ ആയിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. മാസിന് സൂപ്പറാണ്. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഓൾറെഡി ഒരു സിറ്റുവേഷനിൽ പേഴ്സണലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ തന്നെ എല്ലാ റിവ്യൂസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്തായിരിക്കും റിവ്യൂ, എന്താണ് ഓഡിയൻസിൻ്റെ എക്സ്പെക്ടേഷൻ, എന്താണ് റിസൾട്ട് എന്നൊക്കെ. തിയേറ്ററിൽ വന്ന് അത് ലൈവ്, ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇവിടെ വന്നിട്ട് സിനിമ കാണുന്നത്. ആൻഡ് ഈ പടം വിനീതയിൽ തന്നെ കാണണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ആൻഡ് ഓഡിയൻസിൻ്റെ ഓളാണെങ്കിലും കംപ്ലീറ്റ്ലി ഇവർ പറയുന്ന പോലെ തന്നെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ലിറ്ററലി അത് തിയേറ്ററിൽ തന്നെ കാണണം. കാരണം കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ വൈബും കയ്യടിയും ആ പാട്ടൊക്കെ, അഴിഞ്ഞാട്ടം പാട്ടൊക്കെ വരുന്ന സമയത്ത് അതെ, കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് മാഡ്നസ് ആണ്. അത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ആൻഡ് ലാലേട്ടൻ വരുന്ന സീൻസ് ആണെങ്കിലും ധ്യാൻ ചേട്ടൻ്റെയും വിനീതേട്ടൻ്റെയും തമ്മിൽ എനിക്ക് തോന്നുന്നു അവർ പേഴ്സണലി വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യം സിനിമയിൽ പറഞ്ഞാന്ന് തോന്നുന്നു. ആൻഡ് ദിലീപേട്ടൻ ഇൻട്രോസ് ആണെങ്കിലും എല്ലാം അടിപൊളി. എല്ലാം നമുക്കിങ്ങനെ ഒരു മിനിറ്റ് പോലും നമ്മൾ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരുപാട് സ്പൂഫുണ്ട്, ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. നമ്മൾ ഓരോ സീൻ കാണുമ്പോഴും ഓരോ വണ്ടികളാണെങ്കിലും ഇപ്പം അലിബായ്, ബൈക്ക്, ബുള്ളറ്റ്, ഓട്ടോ, സി.ഡി. മുസല കാർ എല്ലാം. പിന്നെ ഓരോ സിനിമാറ്റിക് സീൻസൊക്കെ നമ്മൾ പിന്നെ വിജയ് സാറിൻ്റെ സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര ആൻഡ് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കാരണം നല്ല റിസൾട്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് നല്ല നല്ല റെസ്പോൺസ്, റിയാക്ഷൻസ്. കംപ്ലീറ്റ്ലി ദിലീപേട്ടനും ലാലേട്ടനും വിനീതേട്ടനും ധ്യാൻ ചേട്ടനും എല്ലാവരും തൂക്കി പടം. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു നൂറിൻ ആൻഡ് അവന് വരുന്ന ഫാഹിം. കാരണം താങ്ക് യു സോ മച്ച് ദിലീപേട്ടനെ തിരിച്ചുകൊണ്ടുവന്നതിൽ. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് തിയേറ്ററിൽ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്.